ഹരേ കൃഷ്ണ. പരശുരാമചരിതം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാർത്തവീര്യാർജുനന്റെയും പരശുരാമന്റെയും ഘോരമായ യുദ്ധത്തെക്കുറിച്ചാണ് കണ്ടത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണുവാണെന്ന് കാർത്തവീര്യാർജുനന് മനസ്സിലായി. നാരായണാസ്ത്രം പരശുരാമനിൽ ലയിച്ചപ്പോൾ അത് സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഒരു അമാനുഷികന് മാത്രമേ ഒറ്റയ്ക്ക് നിന്ന് ഒരു മഹായുദ്ധം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. തന്റെ മരണം സാക്ഷാൽ ശ്രീഹരിയുടെ കൈകൾ കൊണ്ടാണെന്ന് ദത്താത്രേയ മഹർഷി വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹേ പ്രഭു, അങ്ങയുടെ കൈയാൽ മരണം കാത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. അങ്ങയുടെ ദർശനത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങയുടെ ഭക്തനെ എത്രയും വേഗം വധിച്ച് മുക്തി നൽകിയാലും എന്ന് പറഞ്ഞ് കാർത്തവീര്യാർജുനൻ കൈകൾ കൂപ്പി പരശുരാമന്റെ മുന്നിൽ നിന്നു. പരശുരാമൻ മുന്നോട്ട് വന്ന് കാർത്തവീര്യാർജുനന്റെ 1000 കൈകളും മുറിച്ചു വീഴ്ത്തി. ഒടുവിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു ദിവ്യമായ ജ്യോതി നഭസിലേക്ക് ഉയർന്നു. വിഷ്ണു പാർഷദന്മാർ വന്ന് അദ്ദേഹത്തെ വിഷ്ണു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ തേജസ്സുള്ള മഹാരാജാവിന് മുക്തിയും ലഭിച്ചു. ശേഷിക്കുന്ന പുത്രന്മാർ സുശീൽ എന്ന ദിവ്യമായ പശുവിനെയും അവളുടെ കിടാവിനെയും പരശുരാമന് തിരികെ നൽകി. അവരെ തന്റെ പിതാവിന് തിരികെ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. ഇത്രയും ശ്രേഷ്ഠനായ ഒരു രാജാവിനെ കൊന്നത് പാപമായി പോയി എന്ന് ജമദഗ്നി മഹർഷി തന്റെ പുത്രനോട് പറഞ്ഞു. അതുകൊണ്ട് തപസ് ചെയ്യുവാനും മറ്റു പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും വേണ്ടി തീർത്ഥാടനത്തിനായി പരശുരാമൻ യാത്ര തിരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.